ആർച്ചർ ഫസ്റ്റ് ഇന്നിങ്സ് കിടന്ന് ഉറങ്ങുന്നതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ കണ്ടു. പാവം പ്രീതിസിന്റെ പ്രീതിസിന്റെ വടി എടുക്കട്ടെ. അയ്യോ ചേച്ചി ഇതല്ലേ സബ്സെ ജ്യാദ ഓവർ ആക്ടിങ് അവാർഡ് അത് നമ്മുടെ സഞ്ജുവിന. കുറച്ചൊന്ന് പുള്ളി മിഡിൽ ഓർഡറിൽ നിന്ന് വേർത്തു, കാരണം സ്ലോവർ ബോൾസ് പുള്ളിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. ബിഗ് ഹിറ്റ്സ്, ബോൾഡ് മൂവ്സ്, മാജിക്, മാഡ്നസ് ആൻഡ് മെയ്ഹം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വിക്കറ്റ് ടു വിക്കറ്റ്. ഹായ് അശ്വിൻ. ഹായ് സിയ. ഇന്നലെ 2 മാച്ച് ഉണ്ടായിരുന്നു. ചെന്നൈ വേഴ്സസ് ഡൽഹിയും രാജസ്ഥാൻ വേഴ്സസ് പഞ്ചാബും. ചെന്നൈ വേഴ്സസ് ഡൽഹി പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡൽഹി 25 റൺസിന് 1 സൈഡഡ് ഗെയിമായിട്ട് ചെന്നൈനെ തോൽപ്പിച്ചു. എന്നാൽ പഞ്ചാബ് വേഴ്സസ് RR ചെറിയൊരു ത്രില്ലർ മത്സരമായിട്ട് നമുക്കൊരു ചാൻസ് തന്നെങ്കിലും പക്ഷേ രാജസ്ഥാൻ സുഖമായിട്ട് ജയിക്കുകയും ചെയ്തു. 50 റൺസിനാണ് രാജസ്ഥാൻ ജയിച്ചത്. സഞ്ജുവും പിള്ളേരും 205 എന്നുള്ളൊരു സ്കൂറ്റൻ സ്കോറാണ് അവർക്ക് ചേസ് ചെയ്യാൻ കൊടുത്തത്. പഞ്ചാബിനാണ് ടോസ് കിട്ടിയത്, പക്ഷേ ദേ ഡിസൈഡഡ് ടു ബൗൾ. ആൻഡ് റോയൽസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി റിട്ടേൺ അത് അവർക്ക് വലിയൊരു ബൂസ്റ്റർ തന്നെയായിരുന്നു. അതെ, രാജസ്ഥാൻ്റെ ഈ കഴിഞ്ഞ 3 കളി എന്ന് വെച്ചാൽ ഈ സീസണിലെ 3 കളി നമ്മൾ നോക്കുകയാണെങ്കിൽ പവർ പ്ലേയിൽ ഒരു വിക്കറ്റെങ്കിലും അവർക്ക് നഷ്ടമായിട്ടുണ്ട്. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ അവർക്ക് പവർ പ്ലേ ഒരു വിക്കറ്റ് പോലും പോകാതെ സഞ്ജു ജയ്സ്വാൾ എന്നുള്ളൊരു പാർട്ട്ണർഷിപ്പ് അത് അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മൾ ചഹലിൻ്റെ കാര്യം പറഞ്ഞേ പറ്റൂ. ഹി വാസ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ഹിസ് ഓൾഡ് ടീം, പക്ഷേ ആ ബാറ്റിൽ വിൻ ചെയ്യാൻ പുള്ളിക്ക് പറ്റിയില്ല. ഹി ലോസ്റ്റ് ഹിസ് എക്സ് ക്യാപ്റ്റൻ. ചഹലിൻ്റെ 3ാമത്തെ ഓവറിൽ ഒരു ബൗണ്ടറി വർത്തിയിട്ടാണ് ജയ്സ്വാൾ തൻ്റെ 50 തയ്ക്കുന്നത്. തൊട്ടടുത്ത പന്തിൽ ഒരു 6 കൂടെ അടിച്ചു. 40 പന്തിലാണ് പുള്ളി 50 തയ്ക്കുന്നത്. എന്ന് വെച്ചാൽ വൺ ഓഫ് ദി പുള്ളിയുടെ ഇന്നിങ്സുകൾ IPL കരിയറിലെ ഇന്നിങ്സുകൾ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി സ്ലോവസ്റ്റ് 50 ആണ് പുള്ളിയുടെ. പക്ഷേ നമ്മൾ RRൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സഞ്ജു ആണെങ്കിലും ജയ്സ്വാൾ ആണെങ്കിലും നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. സഞ്ജുവിന് 26 ബോളിൽ 38 റൺസ്, അതിൽ 6 ബൗണ്ടറീസ്. അതേസമയത്ത് ജയ്സ്വാളിനോ 45 ബോളിൽ 66 റൺസ്, 3 ബൗണ്ടറീസും 4 മാക്സിമവും. രാജസ്ഥാൻ്റെ ബാറ്റിങ്ങിൽ പിന്നീട് വൺ ഡൗൺ ഇറങ്ങിയ റിയാൻ പരാഗ് ആയിക്കോട്ടെ കുറച്ചൊന്ന് പുള്ളി മിഡിൽ ഓർഡറിൽ നിന്ന് വേർത്തു, കാരണം സ്ലോവർ ബോൾസ് പുള്ളിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. പക്ഷേ 25 പന്തുകൾ 43 റൺസ് എന്നുള്ള സ്കോർ പുള്ളിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി. അതിൻ്റെ പിന്നാലെ വന്ന റാണെ ആയിക്കോട്ടെ, ധ്രുവ് ജുവേൽ ആയിക്കോട്ടെ, ഹെറ്റ്മയർ ആയിക്കോട്ടെ, എല്ലാവരുടെയും ക്രൂഷ്യൽ ഇന്നിങ്സുകളുണ്ടായിരുന്നു. അതിൻ്റെ ഒറ്റ ബലത്തിലാണ് 200+ ഒരു സ്കോർ അവർക്ക് സ്കോർ ബോർഡിൽ എത്തിക്കാൻ സാധിച്ചത്. സ്ലോ ബോളേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ പഞ്ചാബ് നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വലിയ ബലം കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആകെ ഒരു ആശ്വാസം എന്ന് പറയാൻ പറ്റുന്നത് ഫെർഗസൺ എടുത്ത 2 വിക്കറ്റ് മാത്രമാണ്. കമ്മിങ് ടു ദ സെക്കൻഡ് ഇന്നിങ്സ്, ആർച്ചർ മെയ്ഡ് എവറിത്തിങ് ഇമ്പോസിബിൾ ഫോർ പഞ്ചാബ് ഫ്രം ദ ഫസ്റ്റ് ഓവർ ഇറ്റ്സെൽഫ്. റൈറ്റ്, കാരണം പ്രഭ്സിമ്രൻ ഒരു ബൗണ്ടറിയിലാണ് തുടങ്ങിയത്, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സെയിം തിങ് വിത്ത് ശ്രേയസ് അയ്യർ, ക്യാപ്റ്റനായിട്ടും അധികം ഒന്നും സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അവരുടെ തുടരത്തുള്ള 4 വിക്കറ്റ്സിന് പിന്നാലെ നേഹൽ വധേരയുടെ മാക്സിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. ലെഫ്റ്റ് ഹാൻഡറായ നേഹൽ വധേര ഒരു അറ്റാക്കിംഗ് ഗെയിം കളിച്ചപ്പോൾ മാക്സ്വെൽ ഒരു സെൻസിബിൾ ഗെയിമാണ് കളിച്ചത്. 21 ബോളിൽ 30 റൺസ്, 3 ബൗണ്ടറിയും ഒരു മാക്സിമമാണ് മാക്സ്വെൽ ഉണ്ടായിരുന്നത്. എന്നാൽ നേഹൽ വധേര ഹാഫ് സെഞ്ചുറി അടിച്ചു. 41 ബോളിൽ 62 റൺസ്, 4 ബൗണ്ടറിയും 3 മാക്സിമമാണ്. പക്ഷേ ഈ ഡ്യൂവോ കോൺസിക്യൂട്ടീവ് ബോൾസിൽ ഔട്ടായി. അതോടെ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് കളി കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. രാജസ്ഥാൻ ബോളേഴ്സ് അവസാനത്തെ 5 ഓവറിൽ വെറും 24 റൺസാണ് പഞ്ചാബിന് വിട്ടുകൊടുത്തത്. രാജസ്ഥാൻ്റെ ബോളിംഗ് യൂണിറ്റ് ഓൺ പോയിന്റ് ആയിരുന്നു ഈ ഗെയിമിൽ. ഈ മാച്ചിലും പിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സീം ബോളേഴ്സിന് ഫേവറബിൾ ആയിരുന്നു പിച്ച്. ആർച്ചർ ആണെങ്കിൽ കട്ട ഫോമിലും 4 ഓവറിൽ 25 റൺസും 3 വിക്കറ്റും. ഈ സീസണിലെ പഞ്ചാബിൻ്റെ ആദ്യത്തെ തോൽവിയാണ്. അതുപോലെ തന്നെ സഞ്ജു ക്യാപ്റ്റനായിട്ട് രാജസ്ഥാനിലോട്ട് തിരിച്ചു വന്നൊരു ഗെയിം. ആർച്ചർ ഫസ്റ്റ് ഇന്നിങ്സ് കിടന്ന് ഉറങ്ങുന്നതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ കണ്ടു. പക്ഷേ പുള്ളി സെക്കൻഡ് ഇന്നിങ്സ് വന്നിട്ട് ഫസ്റ്റ് ഓവറിൽ 2 വിക്കറ്റ് എടുത്ത്. ഇതുപോലെ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു ഈ ഗെയിമിൽ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഈ ഗെയിം. Yeah, that being said, let's go see some memes. ഫസ്റ്റ് വൺ, Jofra Archer with same energy. പുള്ളി ഇന്നൊരു കാലം തന്നെയായിരുന്നു പഞ്ചാബിൻ്റെ. എന്നെ അയർ അറിഞ്ഞേ കിടന്നുറങ്ങുന്ന കണ്ടില്ലേ. നെക്സ്റ്റ് വൺ, പ്രീതിസിൻ്റെ. പാവം പ്രീതിസിന്റെ. പ്രീതിസിൻ്റെ പ്രിറ്റി. അടുത്ത കളി ജയിക്കും പിള്ളേർ. പാവം MI ഫാൻസിനെ കണ്ടോ, ബ്രോക്കൺ ആൻഡ് ഇഞ്ചേർഡ്. പണ്ട് മുംബൈക്ക് വേണ്ടി കളിച്ച് മിഡിൽ ഓർഡർ കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരാ. ഇപ്പോൾ ബാക്കി ടീമുകൾ പോയി കളിക്കാൻ തുടങ്ങി. മുംബൈയുടെ മിഡിൽ ഓർഡർ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. നെക്സ്റ്റ് വൺ, വടി എടുക്കട്ടെ. അയ്യോ ചേച്ചി ഇതല്ലേ. നെക്സ്റ്റ് വൺ, റിലാക്സ് ബോയ്സ്. ഈസി പീസി വിന്നായിരുന്നു റോയൽസിന്റെ. ഒരു ത്രില്ലറിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ക്യാപ്റ്റൻ തിരിച്ചു വന്നില്ലേ, നമ്മുടെ സഞ്ജു തിരിച്ചു വന്നു. നെക്സ്റ്റ് വൺ, ജോഫ്ര ആർച്ചർ ടുഡേ. ഇന്നത്തെ എല്ലാ മീംസും ഇയാളെ പറ്റിയിട്ടാണ്. പിന്നെ അല്ലാണ്ട് അജാതി ബോളിംഗ് അല്ലേ പുള്ളി നടത്തി. അവരുടെ ഫസ്റ്റ് ഓവറിൽ വന്നിട്ട് 2 വിക്കറ്റ്, ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറിൻ്റെ. അത് കഴിഞ്ഞപ്പം സെറ്റായിരുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മീം. നൗ വിൽ ഗോ സീ സം അവാർഡ്സ്. ABC അവാർഡ് ഫോർ ഫീൽഡിംഗ് അത് ജുരേലിലും പരാഗിനുമാണ്. നേഹൽ വധേരയുടെ ക്യാച്ച് ഉണ്ടായിരുന്നു. അവരൊരു കൺഫ്യൂഷൻ വന്ന് അവരെ ഡ്രോപ്പ് ചെയ്തത്. അവന്മാർക്ക് അവാർഡ്. അത് പറഞ്ഞപ്പോഴാണ് കിസ്മത്ത് കാ ഖേൽ അവാർഡ്.
അതിപ്പോൾ മറ്റേ അവാർഡന്മാർക്ക് കൊടുത്തുകൊണ്ട് നേഹൽ വതാരിക്ക് അവാർഡ് കൊടുക്കേണ്ടി വരും. കാരണം പുള്ളിയുടെ ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നത് 4 റൺസ് ഉള്ളപ്പോഴാണ്. പിന്നെ പുള്ളി പോയി ഹാഫ് സെഞ്ചുറി അടിച്ചു. അതോടെ അമർ ആയിരുന്നൊരു തീരുമാനമായി. സബ്സെ ജ്യാദ ഓവർ ആക്ടിങ് അവാർഡ് അത് നമ്മുടെ സഞ്ജുവിന്. പുള്ളിയുടെ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ പുള്ളി ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ബാറ്റൊക്കെ എറിഞ്ഞിട്ടൊരു സാധനം. പുള്ളിക്കാണ് അവാർഡ്. അൾട്രാ ലെജൻഡ് ഡക്ക് അവാർഡ് അത് ആർക്കായിരുന്നു? റിയാൻ ഷാരിക്ക്. ഞാൻ മറന്നുപോയി. കുഴപ്പമില്ല. നെക്സ്റ്റ് വൺ എ പ്ലെയർ 10 റോൾസ്. അത് നമ്മുടെ മാക്സ് അല്ല. പുള്ളി ഇന്നലെ അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് ഗ്രൗണ്ടിൽ. അവിടെ നമ്മൾ പുള്ളിക്ക് കൊടുത്തു. For both teams, yesterday's game was an El Clasico. RR won the match by 50 runs. And with that being said, we'll wind up today's episode and meet you on another one.